കുട്ടപ്പാ, ഈ കുമ്പ് എവിടെ പോയി കിടക്കുക? എടാ കുട്ടപ്പാ, ഞാനിവിടെ ഉണ്ടേ. ഞാൻ സൂപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്കേ. താങ്ക് യു വെരി മച്ച്. ഞാൻ കസർത്ത് ചെയ്യുകയായിരുന്നു. ഈ ശരീരം വെച്ചോണ്ട് നീ കസർത്ത് ചെയ്താലേ നിന്റെ കയ്യും കാല കോരിത്തെറിക്കും. ബ്രൂസിന്റെ ആദ്യകാലത്ത് ഇറുക്കിൽ പോയിരുന്നു എന്നല്ലേ നാണിയമ്മ പറഞ്ഞത്? അതേടാ, എന്റെ സൂപ്പ് അങ്ങോട്ട് ചെന്നപ്പോഴാ അയാൾക്ക് തടിയും കളറൊക്കെ വന്ന് സിനിമയിൽ ചാൻസ് കിട്ടിയത്. ഞാനും അങ്ങനെ ആവാനല്ലേ സൂപ്പ് കുടിക്കുന്നത്. ഒരാഴ്ച കുടിച്ചു നോക്ക്, നിന്റെ ദേഹം മുഴുവൻ അവിടെ മസില് മുഴച്ച് മുഴച്ച് മുഴച്ചു വരും. അയ്യേ, അങ്ങനെ മുഴച്ചു വരുന്നത് ഏതാണ്ട് സൂക്കേടല്ലേ? അല്ല, മസില്. എന്റെ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് അപ്പഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. സൂപ്പ് കൊള്ളാം, പക്ഷെ കക്കൂസിനിറങ്ങാൻ നേരമില്ല. ബ്രേക്കില്ലാത്ത ഇളക്കമാ. അത് സാരില്ല, നിന്റെ ഉള്ളിലുള്ള വിഷം എല്ലാം ഇളകിപ്പോണം. അയ്യോ, വീണ്ടും ഇളകുന്ന ലക്ഷണമാ. അത് കിച്ചനാടാ, ഇത് ഹാളാടാ. നീ അങ്ങോട്ട് പോ. എടാ എല്ലുമ്പ പാരെ, നിന്നെ ഞാൻ ഒരു പരിവാക്കും. നിന്റെ അവസാനം കക്കൂസേല് തന്നെ. അമ്മായി എവിടെ നാണിയമ്മേ? മോളിലുണ്ട്. കൊച്ചപ്പ നിന്നെ നോക്കിയിരിക്കുക. ഞാൻ പോയി പറയാം. ദേ വരുന്നു. ത്രേസി എവിടെയായിരുന്നു? ഒന്നും പറയണ്ട എന്റെ അമ്മായി, ഈ പെമ്പിള്ളരുടെ തന്തമാര് കാണാൻ എനിക്ക് വഴിയെ നടക്കാൻ വയ്യെന്നായി. ത്രേസി വിഷമിക്കണ്ട, ദേവം പെണ്ണ് കാണാൻ വരാമെന്ന് സമ്മതിച്ചു. കർത്താവിന് സ്തുതി. നമുക്ക് നാളെ തന്നെ നമ്മുടെ തടിയൻ ലംബോദരംപള്ളിയുടെ മകളെ കാണാൻ പോണം. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്, പെണ്ണിന് പഠിപ്പും സൗന്ദര്യവും ഒക്കെ ഉണ്ട് അമ്മായി. ലംബോദരം പിള്ളയുടെ കുടുംബമൊക്കെ എനിക്കറിയാം, പക്ഷെ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മായി കാണാനല്ലേ പോകുന്നേ? എന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ത്രേസ്യെ നോക്കിക്കോളാം. ഓക്കെ. ചാർജ് ആയില്ലേ? ഹലോ, സുഗുണനാശാനല്ലേ? ആശാനെ, ഞാൻ കുട്ടപ്പനാ. അതെ, ആ അലവലാതി ത്രേസ്യാമ്മ വന്നിട്ടുണ്ട്. നാളെ ലംബോദരം പിള്ളേരെ വീട്ടിൽ പെണ്ണ് കാണല. ദേവകുമാർ കൂടെ ചെല്ലാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതെ, പിന്നെ അമ്മയും മോനെയും തൊലിയുരിച്ച് നാറ്റിച്ചിട്ടേ വിടാവൂ. തന്നെ തെളിവ് സഹിതം പിടിക്കാനാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. സെല്ലുലർ ഫോണും. അമ്മായി, ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ? ഇയാളും ആ സുഗുണനും കൂടെ ചേർന്നാണ് ഇവിടെ വരുന്ന ഓരോ ആലോചനകളും തെറ്റിപ്പിച്ചിട്ടുള്ളത്. എടാ പട്ടി, ഇവിടത്തെ ചോറ് എന്നുകൊണ്ട് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. മോനെ, പൊന്നുമോനെ, ഇതുകൊണ്ട് കുടിച്ചിട്ട് പോ. താങ്ക് യു. എന്നെ കൊലപാതകയാക്കരുത്. എന്റെ ഈശ്വര, ഈ സൂപ്പിന് ഞാൻ ആർക്ക് കൊടുത്തു വയറെടുക്കും?